ഞാനുമാണ് ഇന്ന് എൻ്റെ പപ്പൻ്റെ വീട്ടിലേക്ക് വന്നൊരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. യെസ്, ഇന്ന് ഞാനും അപ്പവും അവൻ്റെ പപ്പയുടെ വീട്ടിലേക്ക് പോവാണ്. അതുകൊണ്ട് തന്നെ ആള് നല്ല ഹാപ്പിയാണ്. ഇന്ന് അപ്പുവിന് വോയിസ് കൊടുക്കാനൊരു മടി, അപ്പോൾ ഞാൻ ആ പടി അങ്ങ് ഏറ്റെടുത്തു. ഞാനും എവിടെ പോവാ? കക്കോക്കോ? അവിടെ ആരാ ഉള്ളേ? റിത്തു, പിന്നെ മേമി, പിന്നെ റിത്തു, മേമി, പിന്നെ ആരാ ഉള്ളേ? മനു കാക്ക. ഓക്കെ, പിന്നെ അനു. ഇത് അവിടെ പോയിട്ട് എന്താ ചെയ്യാ? സൈക്കിൾ ഓട്ടു? നിനക്കൊരു സൈക്കിൾ ഓട്ടാ അറിയോ? അറിയാ? അങ്ങനെ ഓട്ടുക? ആര് പഠിപ്പിച്ചു തന്നത്? സൈനാപ്പിയോ? സൈനാപ്പി എന്നെ സൈക്കിൾ ഓട്ടം പഠിപ്പിച്ചു തന്നത് അല്ലല്ലോ, അപ്പു അല്ലേ? അപ്പു ആണല്ലോ. ഷിമ്മിയാ? വെറുതെ പറയാ. എടി ഇപ്പഴാ വരിക അക്കോന്ന്? ചോറ് കഴിച്ചിട്ടോ? ചോറ് ഉമ്മച്ചിനക്ക് തന്നില്ലേ? ചോറ് കഴിക്കാനപ്പോ അങ്ങോട്ട് പോണേ? കക്കൂക്ക് പോണേ? നാളെ വരൂലേ? ഉമ്മച്ചി രാത്രി എങ്ങനെ കിടന്നുറങ്ങുക? ആരുമില്ല ഉമ്മച്ചക്ക് രാത്രി ഉറങ്ങാന്. ഉമ്മച്ചിക്ക് പേടിയാവൂലേ? എനിക്ക് പേടിയാവും. എന്നാ ഞാനും പോവണ്ട. റിത്തു കൂടെ പോവണ്ട. കക്കൂക്ക് ഞാൻ വരില്ല. രാത്രി വരുമോ? ഓക്കെ, എന്നാ ബൈ ബൈ. ആയില്ല? റിത്തു വന്നിട്ടാ നോക്കാം. റിത്തു എന്ന് പറയുന്നത് അവൻ്റെ ആൻറ്റീൻ്റെ മോനാണ് കേട്ടോ. അവന് ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ റിത്തു. ഒരുപാട് കാത്തിരുന്ന് ക്ഷമ നശിച്ച് അവനത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയി നോക്കുകയാണ് റിത്തു വന്നോ എന്നുള്ളത്. റിത്തു എന്താ വരാത്തത്? റിത്തു എവിടെ പോയി? സൂചി വെക്കാൻ പോയതാ? എപ്പോഴാ വരിക? നേരത്തെ വരുമോ? റിത്തു വരാൻ കുറച്ച് ലൈറ്റായി. അപ്പോൾ അതിനിടയിലുള്ള യാനുവിൻ്റെ കലാപരിപാടികളാണിത്. അതിലാദ്യം ഡാൻസ്. അടുത്തത് യാനുവിൻ്റെ ഡ്രൈവിംഗ് സ്കില്ല്. ഈ വണ്ടി വാങ്ങിച്ചതിൽ പിന്നെ ഞാൻ എപ്പോഴും ഈ വണ്ടിയിൽ തന്നെ ഉണ്ടാവാം. മിക്ക ടൈമിലും ഇത് ഓടിച്ചെടുക്കലാണ് മൂപ്പരുടെ പരിപാടി. ഇനി കുറച്ച് പുഷപ്പും എക്സസൈസൊക്കെ ആയാലോ? ബോഡി ഹെൽത്ത് അത് മുഖ്യം. അതിന് കൂടെ കുറച്ച് കരാട്ട കൂടെ ആയാലോ? ഞാനും പൊളിക്കും. ഹൈഡ് ആൻഡ് സീക്ക്. യാനുവിൻ്റെ ഫേവറേറ്റ് ഗെയിമാണ് ഹൈഡ് ആൻഡ് സീക്ക്. അവന് നന്നായിട്ട് കൗണ്ട് ചെയ്യാനും അറിയാം. ഇത് കണ്ടില്ല. സാറ്റടിക്കേ അപ്പൂനെ. അടുത്തത് നല്ല അസല് മണ്ണിൽക്കളി. എല്ലാ ദിവസവും എൻ്റെ കണ്ണ് വെട്ടിച്ച് ഞാൻ കളിക്കുന്ന ഒരു കളിയാണിത്. അവന് ആസ്മയുടെ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ മണ്ണിൽ കളിക്കാൻ അവൻ സമ്മതിക്കാറില്ല. പക്ഷേ അവൻ നന്നായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു കളിയാണിത്. പിന്നെ ഇടയ്ക്കൊക്കെ ഉമ്മയോടൊപ്പം ലാൻഡിങ് ഒക്കെ ചെയ്യാറുണ്ട്. അതിനനുസരിച്ച് ഉമ്മയ്ക്ക് പണിയും ഒപ്പിച്ച് വെക്കാറുണ്ട്. ഞാനോ ഈ ആരെ കൂടെ കക്കോക്ക് പോണത്? ആര്? മേമിൻ്റെ കൂടെ പോണത് അല്ലല്ലോ, വേറൊരാളെ കൂടെ അല്ലേ? ഞാൻ ഇഷ്ടമുള്ള ഒരാൾ വണ്ടിയിൽ വരും, ബൈക്കിൽ വരും. ആരാണ്? റിത്തു കൂടെ പോണത്. അപ്പോൾ എവിടെ ഇരിക്കുക? മുന്നിലിരിക്കുക?
പണിയെടുക്കണ്ട, മേത്ത് ചാലയാക്കി വൃത്തി കൊണ്ടുപോകില്ല. നമ്മുടെ കഥയിലെ നായകനെത്തി, റിതു. ബൈ. അങ്ങനെ കുറച്ചധികം നീണ്ട കാത്തിരിപ്പിന് ശേഷം യാനുവിൻ്റെ എല്ലാ കളിയും കഴിഞ്ഞ് അവരതാ കക്കോയിലേക്ക് പോയി. അപ്പം ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. ബൈ.